വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വൈറ്റ് കോളർ ടെററിസം ഇതാണിപ്പോ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. വൈറ്റ് കോളർ ടെററിസം അത് ചർച്ചാ വിഷയമാകാനുള്ള കാരണം ഈ അൽഫല യൂണിവേഴ്സിറ്റിയാണ്. വിജയേട്ടാ ആ യൂണിവേഴ്സിറ്റി കണ്ടിട്ടുണ്ട്? അൽഫല യൂണിവേഴ്സിറ്റി ഒരു പെട്ടിക്കട പോലെയാണ് ഇരിക്കുന്നത് ഈ അൽഫല യൂണിവേഴ്സിറ്റി. ഇപ്പൊ ഈ അൽഫല യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടുകളും അതിനെ ഫണ്ട് ചെയ്യുന്ന ആൾക്കാരും എല്ലാം അന്വേഷിച്ചിറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരും നമ്മുടെ നാഷണൽ ഏജൻസികളും. അത് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് വലിയ വലിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ അതിലൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് Al-Falah University in Faridabad, run by a Delhi-based trust, is under the scanner in a massive arms hold probe. The varsity reportedly gets foreign funding from Arab nations whose fundraisers visit the campus once a year. അതായത് ഈ അൽഫല യൂണിവേഴ്സിറ്റിക്ക് ഫോറിൻ ഫണ്ടിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അറബ് നേഷൻസിൽ നിന്നാണ് ഈ ഫണ്ട് വരുന്നത്. അറബി രാജ്യങ്ങളിൽ നിന്ന് ഫണ്ട് വരുന്നു. പോരാത്തതിന് ഇവരുടെ ഫണ്ട് റൈസേഴ്സ് ഈ അൽഫല യൂണിവേഴ്സിറ്റി ഒരു തവണ സന്ദർശിക്കും വർഷത്തിൽ. ഇതെന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കടയിൽ അത്ര ഒരു സാധനം മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ലാബ് ഉണ്ട്. ആ ലാബിലാണ് ഈ ഉമർ നബി എന്ന് പറയുന്ന പൊട്ടിത്തെറിച്ച ഇവൻ ഇരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഈ അവിടെ വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ വരുന്ന വിശ്വസിച്ച് വരുന്ന ആൾക്കാർ തൊട്ടടുത്തൊക്കെ ഗ്രാമങ്ങളാണ്. ആ ഗ്രാമത്തിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഇവർ ആകർഷിക്കുന്നത്. ക്യാൻറ്റീൻ ഉണ്ട്. പോരാത്തതിന് ഇവർക്ക് മെഡിക്കൽ ചെക്കപ്പ് ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. എന്താണ് ഇവർ ആ മെഡിക്കൽ ചെക്കപ്പിൽ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് അറിയില്ല, ആർക്കും അറിയില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മുടെ TG മോഹൻദാസ് ഒരു ചാനലിൽ നിന്ന് പറയുന്നത് കേട്ടു. കാരണം പണ്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് ഇതുപോലുള്ള, അത് പണ്ടൊക്കെ പറയുമ്പം ഇവിടെയുള്ള ആൾക്കാർ മറ്റേ മുണ്ടൂരി തലയെ കെട്ടുമായിരുന്നു. കാരണം അങ്ങനെ പറയുന്നോടാ, വർഗീയത പറയുന്നോടാ എന്നൊക്കെ പറഞ്ഞ് തലയെ കെട്ടും. അതായത് ഈ ഡോക്ടർമാരുടെ അടുത്ത് വരുന്ന ഹിന്ദു യുവാക്കളെയും യുവതികളെയും, പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ ഉമർ നബിമാരുടെ അടുത്ത് വരുന്ന ഹിന്ദു യുവാക്കളെയും യുവതികളെയും വന്ധീകരിച്ച് വിടുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടായിരുന്നു എന്ന് പറയുമായിരുന്നു. വന്ധീകരിച്ച് വിടുന്ന അത്. പക്ഷേ എന്താണ്, അത് പുറത്തു വന്ന ശേഷം ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, മറ്റേ ലവ് ജിഹാദൊക്കെ നമ്മൾ ആരോപിക്കുമ്പം ഇവര് ഉള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ വൈറ്റ് കോളർ ടെററിസം വന്നിരിക്കുന്നു. തെളിവ് സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഡോക്ടർമാർ, അതായത് ഈ ഉമർ നബിമാരെ പോലുള്ള ഡോക്ടർമാർ ഓരോരോ യൂണിവേഴ്സിറ്റി, ആ യൂണിവേഴ്സിറ്റി എന്താണ് വിചേട്ടാ? അൽഫല യൂണിവേഴ്സിറ്റി ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ്. വളരെ ദുരൂഹമാണ്, സംശയാസ്പദമാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ റിപ്പോർട്ടിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: this college, which began in 2016, admitted its first batch of MBBS students in 2019. Many of these graduates now serve as resident doctors at the university's hospital. Admissions were conducted through Department of Medical Education and Research, DMHER, ഹരിയാന. ഹരിയാനയിലെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ നിന്ന് പോയ ഡോക്ടർമാർ ജോലി ചെയ്യുകയാണ്. അതാണ് ഇതിലെ ഏറ്റവും ആശങ്കാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. യൂണിവേഴ്സിറ്റി സ്റ്റാഫേഴ്സ് സ്പീക്കിംഗ് anonymously claimed the institution receives donations from Arab countries. Foreign fundraisers are visiting എന്നൊക്കെ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വളരെയധികം ദുരൂഹമാണ്. ഇത് ആദ്യം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ പിന്നാലെയാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ നടക്കുന്നത്. ഇത് മാത്രമാണോ? ഇതുപോലെ എത്രയധികം പെട്ടിക്കട പോലുള്ള യൂണിവേഴ്സിറ്റീസ് പഠിപ്പിച്ചിറക്കുന്നുണ്ടായിരിക്കും. റൈസിൻ എന്ന് പറയുന്ന പോയിസൺ ആണ് ഇവൻ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് വിശ്വസിച്ചാണ് ഇതുപോലുള്ള ഡോക്ടർമാരുടെ അടുത്ത് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ നോർത്തിൽ ഒരു ക്യാമ്പയിൻ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. ഈ നോർത്തിലുള്ള ക്യാമ്പയിൻ എന്ന് പറയുന്നത് അത് കേരളത്തിലെ തന്നെ മാധ്യമങ്ങൾ വിമർശനാത്മകമായിട്ട് പറഞ്ഞ് ഞാൻ കേട്ടതാണ് കേട്ടോ. അവർ പറയുന്നത് ഇനി മുസ്ലിങ്ങൾക്ക് വീട് വാടകയ്ക്ക് കൊടുക്കരുത്, അവർക്ക് വണ്ടി വിൽക്കരുത് എന്നാണ് പറയുന്നത്. കാരണം ഈ വണ്ടി മുസ്ലിങ്ങൾക്ക് വിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവർ ഈ പ്രവർത്തനങ്ങൾ എന്തിനാണ്? വണ്ടി പിന്നീട് കൊണ്ടുപോയി ഇവർ തീവ്രവാദ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഇത് നമ്മുടെ വണ്ടിയായിരുന്നു എന്ന് പറഞ്ഞ് പോലീസ് നമ്മളെ അന്വേഷിച്ച് വരുമല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പയിൻ നോർത്തിൽ നടക്കുന്നുണ്ട്. ഇത് വിഭജനം സൃഷ്ടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യം ചർച്ച ചെയ്യുന്നത്. വാടകയ്ക്ക് കൊടുക്കരുത്, വീട് വാടക, അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട് നോർത്തിലെ മുസ്ലിങ്ങൾ. അത് ഈ അവിടെയുള്ള ആൾക്കാരുടെ ഭാഗത്ത് നേരിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു സംഭവം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോ ഇങ്ങനൊരു സംഭവം വിഭജനം നേരിടുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് അവിടെ സംഭവിക്കുന്നത്, നോർത്തിൽ സംഭവിക്കുന്നത്? പിന്നെ ഈ അൽഫല പോലുള്ള കോളേജുകൾ, ഈ കോളേജുകളെ പൂട്ടാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ എന്ത് നടപടിയായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത്? ഇതൊരു, ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഡോക്ടർമാർക്കിടയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നും ഇത്തരത്തിലൊരു വൈറ്റ് കോളർ ടെററിസം ഉണ്ടെന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. അതുകൊണ്ട് അതിന്റെ ഒരു ഞെട്ടൽ കൂടെ എനിക്കുണ്ട്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഇതിന് മാനേജ് ചെയ്യും? അത് ചോദ്യമല്ലേ. നമ്മുടെ രാജ്യം എങ്ങനെ ഇതിന് രക്ഷപ്പെടും? ശ്രീ ധനുഷ്, ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. നമ്മുടെ പ്രേക്ഷകർക്കും താങ്കൾക്കും ഒന്നും അധികം പിന്നാക്കം പോകണ്ട. ഒരു 2-3 മാസത്തിനിടയ്ക്ക് ഒരു 6 മാസത്തിനിടയ്ക്ക് 2 ഉദാഹരണം പറയാം. രണ്ടും കേരളത്തിലാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോൾ അതിലെ 2 പ്രതികൾ പഠിച്ചിറങ്ങിയത് കേരളത്തിലെ
ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്നാണ്. ഈ സ്ഥാപനത്തിന് സർക്കാർ അംഗീകൃത രജിസ്ട്രേഷൻ ഒന്നുമില്ല. ഇവിടെയാണ് അതിന്റെ പ്രാക്ടീസും പഠനവും ഒക്കെ നടന്നിരുന്നത്. ഇനി രണ്ടാമത്, കുറച്ചുനാൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ സർജൻസികൾ ഒരു സമരം ഉണ്ടാക്കിയായിരുന്നു. തങ്ങൾക്ക് ഈ പച്ച കോട്ടിടാൻ പറ്റില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ, പകരം ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വസ്ത്രം ഇട്ട് മാത്രമേ ചെയ്യാൻ കഴിയൂ. ഈ ജാബ്, അതായത് ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതപഠന കേന്ദ്രമല്ല, നിസ്കാര പള്ളിയുമല്ല, പകരം സർജൻ ചെയ്യുന്ന ഇല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഡോക്ടർക്ക് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ള വേഷ സംവിധാനങ്ങളും മറ്റുമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ പോലീസുകാരുടെ തൊപ്പി വേണ്ട, പകരം മറ്റേ അവര് ധരിക്കുന്ന മതപരമായ തൊപ്പി മതിയാകുമല്ലോ. അപ്പം ഇത് കേരളത്തിലെ കഥയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നോർത്തിലേക്ക് പോകുന്നില്ല. കേരളം, പ്രബുദ്ധരായ കേരളം ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് സംഘികൾക്ക് കയറാൻ പറ്റാത്തതെന്ന് പറയുന്നത് കേരളം. ഇനി ഇങ്ങനെ പറയുന്നത് കേരളത്തിൽ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട്ട് ഒരു മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ, ആ ഡോക്ടർ ഈ ചാനലിലൊക്കെ ചർച്ചയ്ക്ക് വന്ന് തേഞ്ഞൊട്ടി പോയതാണ്. ആ ഡോക്ടർ അവിടെ വനിതകളായ MBBS സ്റ്റുഡന്റ്, പെൺകുട്ടികളായ MBBS സ്റ്റുഡൻസിനെ ആൺകുട്ടികളെയും രണ്ടായി ഇരുത്തിക്കൊണ്ട് നടുക്കുകൂടി തുണി കർട്ടൻ കെട്ടിക്കൊണ്ട് മീറ്റിംഗ് നടത്തി. എന്നിട്ട് പറഞ്ഞത് രണ്ടുപേരും മിക്സ് ചെയ്ത് ഇരിക്കരുതെന്നാണ് പറയുന്നത്. അതായത് ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? മതപണ്ഡിതനല്ല, മതം പ്രചരിപ്പിക്കേണ്ട ആളുമല്ല. കാരണം ഒരു രോഗം കണ്ടെത്തുകയും സമൂഹത്തിൽ ഇവരെ മിക്സ് ചെയ്തിട്ട് മുമ്പോട്ട് പോവുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. ഈ ഡോക്ടറാണ് പഠിച്ചിറങ്ങി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ 1-2 സംഭവങ്ങൾ അങ്ങനെ നടന്നു കഴിഞ്ഞു. ഇവർക്കും ഇത് കേരളത്തിലുള്ള പ്രഭുത്വർക്ക് മിണ്ടില്ല. അപ്പം ഇങ്ങനെ നടന്നു. അതിനെക്കുറിച്ചൊരു വലിയ ചർച്ച തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ചാനലുകൾ നടത്തിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അന്നേരം ഈ പാർട്ടി അവിടെ വരികയൊക്കെ ചെയ്തു. അദ്ദേഹം എന്തോ ഒരു അസോസിയേഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെയാണ് എങ്കിൽ ഇവർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തരം വിദ്യാഭ്യാസമാണ് ഇവർക്ക് കിട്ടുന്നത്? പഠിച്ച് ജയിക്കുക എന്നുള്ളതല്ലല്ലോ, പ്രാക്ടീസിലൂടെയാണ് ഡോക്ടർ എപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആകുന്നത്. ഡോക്ടർമാർ, അഡ്വക്കേറ്റുമാരൊക്കെ അവർ പറയുന്നത് ജോലി എന്നല്ല, പ്രാക്ടീസ് എന്നാണ് പറയുന്നത്. ദൈനംദിന പ്രാക്ടീസിലൂടെയാണ്. ഇവരെന്ത് പ്രാക്ടീസാണ് നടത്തുന്നത്? ഇവർ പഠിക്കുന്ന കാലത്ത് ഇതായിരുന്നു, മതമായിരുന്നു ഇവരുടെ തലയിൽ. കാരണം ഒന്ന് ചിരിക്കാൻ പാടില്ല, പിന്നെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം എന്നൊക്കെയാണ് നമ്മൾ കണ്ട വാർത്തകൾ. അങ്ങനെയെങ്കിൽ പ്രബുദ്ധ കേരളത്തിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഊഹിച്ചു നോക്കാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ ഡോക്ടർമാരെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. ഇനി ഈ പറയുന്ന കോളേജിനെ കുറിച്ച് പറഞ്ഞ ഈ അൽഫല, ധനുഷ് പറയുന്നതൊക്കെ അതൊരു പെട്ടിക്കട കണക്കല്ല. അതിന്റെ ഒരു ഭാഗം മാത്രമേ ധനുഷ് കണ്ടുള്ളൂ. അതിന്റെ ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് 70 ഏക്കറിലുണ്ട് ഈ സാധനം. ആദ്യം അത് 30 ഏക്കറിലാണ് തുടങ്ങി, 70 ഏക്കറിലുണ്ട്. കാരണം ഇവരുടെ സ്ഥാപനങ്ങൾ, ഇത് ശരിയാണ് ധനുഷ് പറഞ്ഞതിനകത്ത് ഒരു പോയിന്റ് ഉണ്ട്. കാരണം ധനുഷ് കണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജൊക്കെ നിങ്ങളുടെ ഗോകുലത്തിന്റെ അവിടെയൊക്കെയുള്ള വലിയ സെറ്റപ്പ് ഉള്ള അതുപോലെയല്ല. ഇവിടെ നിങ്ങൾ ഈ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ കാണാൻ കഴിയും. നമുക്കത് നമ്മളെ സംബന്ധിച്ചത് പെട്ടിക്കട എന്ന് നമുക്ക് തോന്നുമെങ്കിൽ തന്നെ അവരെ സംബന്ധിച്ച് വലിയ സെറ്റപ്പാ ഇത് കണക്ക്. അതായത് ഇന്ത്യയിൽ ടെററിസം വ്യാപിപ്പിക്കാനായിട്ട് മറ്റു രാജ്യങ്ങളിലെ ടെററിസം വ്യാപിപ്പിക്കുന്ന പോലെ ഇന്ത്യയിൽ വ്യാപിപ്പിക്കാൻ കഴിയില്ല. കാരണം മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ പറയുന്ന മത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് വളരെ എളുപ്പത്തിൽ ടെററിസം മാത്രം, ഇല്ലെങ്കിൽ ശരിയായ നിയമവും ഒക്കെ തത്വം ഒക്കെ മാത്രം മതി. പക്ഷെ ഇന്ത്യയിൽ നടക്കില്ല. കാരണം ഇന്ത്യയിൽ ഈ പറയുന്ന വിഭാഗം വളരെ ചെറുതാണ്. ഇപ്പൊ ഒരു കഷ്ടിച്ചൊരു 18 കോടി കാണും, ചിലപ്പോൾ 20 കോടി കാണുമെന്ന് വെക്കുക. ബാക്കിയുള്ള വിഭാഗമാണ് വലിയ തോതിൽ. അവരെ പെട്ടെന്ന് കൺവെർട്ട് ചെയ്ത് എടുക്കുക പ്രയാസകരമാണ്. ഇവർ ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ആളുകളെ മാറ്റി ഇസ്ലാമികവൽക്കരിച്ചത് കണക്ക് കുറെ പാടാണ് ഇവിടെ ഈ പറയുന്ന ഇന്ത്യയിൽ അത് മാറ്റിയെടുക്കുക. അപ്പൊ അവർക്കത് നടക്കില്ല എന്ന് ബോധ്യം വന്നപ്പോൾ അവരുടെ മൂശയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരുപാട് ആശയങ്ങൾ. അതിലൊന്ന് വിദ്യാഭ്യാസം. പണ്ട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് നമ്മുടെ സംസ്കാരത്തെ തകർക്കാനായിട്ട് വിദ്യാഭ്യാസം കൊണ്ടുവന്നതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടുവന്നിട്ട് സാഹിബിന്റെ കഥകളും ചരിത്രവും പറയുക, എന്നിട്ട് ഇവിടുന്ന് കൊണ്ടുപോകുന്ന സാധനം അടിച്ചു മാറ്റിയിട്ട് ഞങ്ങളാണ് ഇത് ഉണ്ടാക്കിയെന്ന് പറയുക. ഇതാണ് ചെയ്തത്. അതിന്റെ മറ്റൊരു സാധനമാണ് ഇവർ ചെയ്യുന്നത് പണിയെന്ന് വെച്ചാൽ മദ്രസ വിദ്യാഭ്യാസം. ഈ മദ്രസകളാണ് മിക്കയിടത്തും ഇത്തരം കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നത്. നമ്മൾ കാണാറുണ്ട് പാകിസ്ഥാനിൽ മദ്രസകളിൽ ബോംബ് സ്ഫോടനം നടക്കുന്നതൊക്കെ. ഇന്ത്യയിലും ഏത് കേസ് വന്നാലും അതിന്റെ പിന്നിൽ ഒരു മദ്രസ ഉണ്ടാകും. ഇപ്പോഴും ഡൽഹിയിൽ നിന്ന് ഒരു മൗലവിയാണ് പിടിച്ചിരിക്കുന്നത്. ഈ മൗലവിയുടെ അതിലും വലിയൊരു കോമഡി ഉണ്ട്. ഈ മൗലവിയെ നേരത്തെ പിടിച്ച് ചോദ്യം ചെയ്തതാണ് ഈ പഹൽഗാം ഭീകരാക്രമണമായിട്ട്. അന്ന് ഇയാൾ രക്ഷപ്പെട്ടു. ഇയാൾ പറഞ്ഞ് ഒന്നും പ്രത്യേകിച്ച് ഇയാളുടെ തെളിവ് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ അന്ന് മുതൽ അന്വേഷണ സംഖ്യയുടെ പുറകിലുണ്ടായിരുന്നു. ഈ കേസ് വന്നപ്പോൾ കറക്റ്റായിട്ട് പൊക്കി. കാരണം അങ്ങനെയാണല്ലോ ഇതിന്റെ ഒരു രീതി. കാരണം ഒരിക്കലും ഈ അന്വേഷണ സംഘത്തിന്റെ റഡാറിൽ പെട്ടത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസോ കാര്യങ്ങളോ, അപ്പൊ റെയിൽവേയുടെ കേസായാൽ പോലും ഒരിക്കൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു റഡാറാണ്. ഒരിക്കൽ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ഈ പോപ്പുലർ ഫണ്ടുകാരെയൊക്കെ നിരോധിച്ച് പിടിച്ചോണ്ട് പോയെന്ന്. ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ ഒരു കണ്ണ് ഇങ്ങനെ നമുക്ക് മുകളിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ അതിപ്പം കേന്ദ്ര ഏജൻസി മാത്രമല്ല, സംസ്ഥാനത്ത് മുമ്പും അങ്ങനെ ആയിരുന്നു. നമ്മുടെ പോലീസിന്റെ ഒക്കെ ഒരു റെക്കോർഡിൽ നമ്മുടെ പേര് എപ്പോഴെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്നും ഒരു പൊല്ലാപ്പായിട്ട് നിൽക്കും.
അതുകൊണ്ടാണ് ഇതിലൊന്നും പോകരുത് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഈ ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പൊ മദ്രസകളുണ്ട്. അപ്പൊ മദ്രസകളെക്കാൾ അപ്പുറത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക. ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന മറ്റ് മതത്തിൽപ്പെട്ട കുട്ടികൾ, ഞാൻ കഴിഞ്ഞ ദിവസം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഹിന്ദു കുട്ടികളെയും ക്രിസ്ത്യൻ കുട്ടികളെയും മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സ്റ്റുഡൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. കാരണം അതെനിക്ക് വ്യക്തമായി അറിവുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അവിടെ ഒരു മതപ്രചരണം നടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ മതം മാറ്റി. അപ്പം മതം മാറ്റുമ്പോൾ ഇവർ ചെയ്യുന്ന പണി വെച്ചാൽ സൗജന്യ വിദ്യാഭ്യാസം എന്നൊരു ഓഫർ ആദ്യം വെക്കും. സ്വാഭാവികമായി സൗജന്യം കിട്ടിയാൽ ആരായാലും കളയില്ല ലോകത്ത്, അവരിടിച്ചവിടെ കയറും. ഈ സൗജന്യ വിദ്യാഭ്യാസം വന്നു കഴിയുമ്പോൾ പിന്നെ ഇവരെ സാമ്പത്തികമായി ചെറിയ ചെറിയ രീതിയിൽ സഹായിക്കും. പിന്നീട് പതുക്കെയാണ് ഇതിനകത്തോട്ട് കൺവെർട്ട് ചെയ്യുന്നത്. അല്ല നേരെ ചൊവ്വേ പറഞ്ഞ ആരും മതം മാറത്തില്ല. ഞങ്ങളുടെ ആശയം ഇതാണ്, നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന് ആരെങ്കിലും മാറുമോ? ആരെങ്കിലും മാറത്തില്ല. ഇങ്ങനെയൊക്കെ ഹെൽപ്പ് കിട്ടി വരുന്നു. പിന്നീട് ഇവരറിയാതെ തന്നെ ഇവർ എത്തപ്പെടുന്നത് പല സിറിയയിലും അഫ്ഗാനിലും ഒക്കെ ആയിരിക്കും. ഇങ്ങനെ പഠിച്ചിറങ്ങുന്നത് പലരുമാണ് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ എത്തപ്പെടുന്നവർ. കേരളത്തിൽ നിന്ന് പോയ പെൺകുട്ടികൾ എവിടെയൊക്കെയാണ് പഠിച്ചതെന്ന് ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ? ആരുടെ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിലാണെന്നുള്ളത് ആരെങ്കിലും തിരക്കിയിട്ടുണ്ടോ? ആരും തിരക്കിയിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാധനമുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇത് പുതിയതായിട്ട് തുടങ്ങിയ സംഭവമൊന്നുമല്ല. ഇന്നലെ ഈ പറയുന്ന അൽഫല യൂണിവേഴ്സിറ്റിയില് പോലീസ് 55 പേരെയാണ് ചോദ്യം ചെയ്തത്. അതിൽ 3 പ്രൊഫസർമാർ ഇപ്പൊ കസ്റ്റഡിയിലാണ്. മെഡിക്കൽ പ്രൊഫസർമാർ, അതായത് MBBS ക്ലാസ് എടുക്കുന്ന 3 പ്രൊഫസർമാർ ഇപ്പോൾ കസ്റ്റഡിയിലാണ്. പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. 55 പേരെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇപ്പോഴും അത് ചോദ്യം ചെയ്യാൻ തുടരുകയാണ് പലരെയും. അതായത് അതൊരു തീവ്രവാദ കേന്ദ്രം തന്നെ ആയിരുന്നു. ഇതൊന്നും ഒരു പുതിയ കാര്യമല്ല. ഇത് എല്ലായിടത്തും നമ്മുടെ രാജ്യത്ത് നടക്കുന്നുണ്ട്. ഇതിലൊക്കെ നമ്മൾ തടയിടുമ്പോൾ ആളുകൾ പറയും ഫാസിസം വന്നു, ഇല്ലെങ്കിൽ ഇത്രയും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഈ രാജ്യത്താണ് ഈ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ട് പറയുന്നു നിങ്ങളൊന്നും പറയരുത്, ഇത് മതേതരത്വമാണ്, നിങ്ങൾ ഫാസിസ്റ്റുകളാണ്, ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയൊക്കെ ചെയ്തതെന്ന്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സ്റ്റേറ്റ് എടുത്താൽ മാത്രം എത്ര ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്? ഇതിപ്പം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. 2019 ഇപ്പൊ അവിടെ 200 MBBS പഠിക്കുന്നുണ്ട്. 50 BDS കുട്ടികൾ ഈ കോളേജിൽ പഠിക്കുന്നുണ്ട് അൽഫല യൂണിവേഴ്സിറ്റിയിൽ. ഈ ഫരീദാബാദ് എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ധനുഷിന് അറിയണമെന്നുണ്ടെങ്കിൽ കൂട്ടുകാരെങ്കിലും ഡൽഹിയിലുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, എന്താണ് ഈ ഫരീദാബാദ് എന്ന്. അവര് പറഞ്ഞു തരും എന്താണെന്നുള്ള സാധനം. അത്രയ്ക്ക് ഒരു സ്ഥലമാണത്. അപ്പം അവിടെ ഇത് ഇന്നലെ അല്ല ഈ ഫരീദ. അതെ, ഇതിനോടൊപ്പം വരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ നോർത്തില് ഇവർക്ക് വീട് കൊടുക്കരുതെന്ന് പറഞ്ഞൊരു സംഭവം കൂടെ വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ വേറൊരു വലിയൊരു വാർത്തയുള്ളത് ഏതാ അറിയോ ചേട്ടാ? വേറൊരു വലിയ വാർത്തയുള്ളത് ഈ ജമ്മു കശ്മീരിൽ ഷോപ്പിയാൻ പോലീസ് ആർ കണ്ടക്ടിംഗ് സെർച്ച് ടു മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് അക്രോസ് ദ ഡിസ്ട്രിക്ട് അറ്റ് ദ റെസിഡൻസ് ഓഫ് ജമാഅത്തെ ഇസ്ലാമി ആക്ടിവിസ്റ്റ്. രാജ്യമെമ്പാടും സമ്പൂർണ്ണമായിട്ട് വലിയ രീതിയിലുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. Those being searched include Dr. Hamid Fayaz, Muhammad Yusuf Falahi and others എന്നൊരു റിപ്പോർട്ട് അതിന്റെ കൂടെ ചേർത്ത് വായിക്കണം. അതിന്റെ കൂട്ടത്തിൽ 200 സ്ഥലങ്ങളിലാണ് ഇവിടെ ഈ സെർച്ച് അവർ കണ്ടക്ട് ചെയ്യുന്നത് എന്ന് ഉള്ള റിപ്പോർട്ട് വരുന്നു. 200 ലൊക്കേഷൻസിൽ റിലീജിയസ് കവറുള്ള സോഷ്യൽ ഏരിയാസിലും ഒരു സെർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പോലീസ് സേ ദ ഡ്രൈവ് എയിംസ് ടു ഇറേസ് എവറി ട്രേസ് ഓഫ് ടെറർ ഇൻഫ്ലുവൻസ് ആൻഡ് ഡിസ്മാൻഡിൽ സ്ലീപ്പർ സെൽസ് ഓപ്പറേറ്റിംഗ് അണ്ടർ സോഷ്യൽ ഓർ റിലീജിയസ് കവർ എന്ന റിപ്പോർട്ടുകളും ഇപ്പൊ പുറത്തു വരുന്നുണ്ട്. മനുഷ്യ ഇതിനകത്ത് ഈ കുറച്ചു നാൾക്ക് മുമ്പ് നമ്മുടെ ശ്രീ യോഗി ആദിത്യനാഥ് ഒരു നിയമം കൊണ്ടുവന്നിരുന്നു. കടകളുടെ മുമ്പിൽ ഈ ഓണർമാരുടെ പേരും നമ്പർ എഴുതി വെക്കണമെന്ന്. അന്നേരം കേരളത്തിലുള്ള മാധ്യമങ്ങളടക്കം വലിയ പുകിലാണ് ഒപ്പിച്ചു വെച്ചത്. അതെന്താണ് ഇങ്ങനെ പേരെഴുതി വെക്കുന്നതെന്ന് ചോദിച്ചു. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. അന്നേ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം പറഞ്ഞിരുന്നു. അതിന്റെ കാരണം വേറേതാണ്. അതായത് ഈ കടകളില് ഈ കാൻവാർ യാത്ര എന്നൊക്കെ പറഞ്ഞ അവിടെ തീർത്ഥയാത്ര ഉണ്ട്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന യാത്രയാണ് കാൻവാർ യാത്ര എന്നൊക്കെ പറഞ്ഞ് ഭക്തര് പിന്നെ നമ്മുടെ ഇവിടെ ഗംഗാജലം സ്വീകരിച്ചിട്ട്, അത് പല സ്ഥലത്തുനിന്ന് വരുന്നവരുണ്ട്. രാജസ്ഥാനിൽ നിന്ന് വരുന്നവരുണ്ട്, ഹരിയാനയിൽ നിന്ന്, ഡൽഹിയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അല്ല UP വഴിയാണ് കടന്നു പോകുന്നത്. അപ്പം ഈ വരുന്ന അവര് നോൺ വെജ് വിൽക്കുന്ന കടകളിൽ സാധാരണ ഈ വ്രതം എടുക്കുന്നവർ കയറാറില്ല. ഇവർ നോൺ വെജ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവർ കടന്നു പോകുന്ന വഴികളിൽ ഈ വെള്ളം, മത്സ്യത്തിന്റെ ഇറച്ചിയുടെ ഒക്കെ വേസ്റ്റ് വെള്ളം ഒഴിക്കുന്നു. വഴിയിലൊക്കെ പുതിയതായിട്ട് ഇറച്ചിക്കടകൾ തുടങ്ങുന്നു. അതായത് ഈ യാത്രയെ അലങ്കോലപ്പെടുത്താനായിട്ടുള്ള ശ്രമം. ഇത് ഇന്നലെ തുടങ്ങിയതല്ല, BJP ഒക്കെ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തൊട്ടേ ഉള്ളതാണ്. അങ്ങനെ വരികയും ഈ കടകളിലൊക്കെ ഭക്തർ, ഇപ്പൊ ഞാനൊരു ചെറിയ ഒരു സംശയമല്ല, ഒരു ഉദാഹരണം പറയുകയാണ്. ഇത് ഇമാജിൻ ആണ് കേട്ടോ, അതായത് നടന്ന സംഭവമല്ല. ശബരിമലയിൽ പോകുന്നൊരു ഭക്തൻ പമ്പയിൽ ഒരു നോൺ വെജിന്റെ കടക്കാരൻ കട നടത്തുന്നു. നോൺ വെജ് ചിക്കനും കിട്ടും. നമ്മൾ പക്ഷെ പബ്ലിക്കായിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ചിക്കൻ കണ്ടെത്തി കഴിഞ്ഞാൽ അവിടെ എത്തുന്ന ഒരു ശരാശരി ഭക്തന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? കാരണം അവനൊരു കടയിൽ കയറുന്നത്, നമ്മളൊരു വെജിറ്റേറിയൻ എന്ന് പറഞ്ഞ് കടയിൽ കയറുന്നത് വെജിറ്റേറിയൻ കഴിക്കാനാണ് അല്ലേ? അവിടെ അതിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇവിടെ അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റി? ഇത്തരം കടകളെ തിരിച്ചറിയാൻ പിന്നെ എന്താണ് മാർഗം? അവിടെ കയറിയിട്ട് അവരുടെ അടുക്കള പരിശോധിക്കാൻ പറ്റുമോ?
അല്ലാതെ അവിടെ കയറിയിട്ട് ഇവരെയൊക്കെ വേറെ എന്തെങ്കിലും പകൽഗാമി ചെയ്തെന്നൊക്കെ മുണ്ടുപൊക്കി നോക്കാൻ പറ്റുമോ? ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. പകരം നമുക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം ഈ കടയുടെ ഓണറുടെ പേരുകളാണ് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം പിന്നെ കേരളത്തിലടക്കമുള്ള പല കടകളുടെയും പേര് സംഗീത എന്നും ഗുരുവായൂരപ്പൻ എന്നും അനന്തപത്മനാഭൻ എന്നും ഒക്കെ മാറ്റാൻ തുടങ്ങി. അപ്പോഴും ഈ ഒരു പ്രശ്നം അവിടെ നിൽക്കുന്നു. ഓക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കാര്യം പോകില്ലെന്ന് വെക്കാം. ഇത് നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഒരു ബഹിഷ്കരണമല്ല, അവർ കേറാത്തതാണ്. കാരണം അവർക്ക് ഭയപ്പെടുന്നുണ്ട്. ഇത് കണക്ക് ഇതിൽ യാഥാർത്ഥ്യത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് റൂമറുകൾ പരക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. അതെല്ലായിടത്തും പരക്കുന്ന റൂമറുകളാണ്. അതില് ഇവർ കൊടുക്കുന്ന ഈ ഭക്ഷണത്തിൽ തുപ്പുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്, വീഡിയോകളൊക്കെ പുറത്തു വന്നതാണ്. അത് മാത്രമല്ല, ഈ ഭക്ഷണത്തിൽ ആളുകളെ വന്ധ്യം കരിക്കൽ, ബിരിയാണി, ഊതുന്നത് ഒക്കെ. ഈ മറ്റേ തമിഴ്നാട്ടിലെ മുമ്പ് ഒരു വലിയ വാർത്ത വന്നിരുന്നു. എന്താണ്, അവിടുത്തെ ഈ ബിരിയാണി കടകൾ, ബിരിയാണിയാണ് ഹൈലൈറ്റ് പലയിടത്തും കടകൾ. ഈ ബിരിയാണി കടകളിൽ വന്ധ്യം കരിക്കാനുള്ള മരുന്നുകൾ ചേർത്ത് കൊടുക്കുന്നു, അങ്ങനെ സ്ത്രീകളെ വന്ധ്യം കരിക്കുന്ന ഇത് അവർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ആ ഒരു വലിയ ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിൻ എവിടുന്ന് വരുന്നു എന്താണെന്ന് നമുക്കറിയില്ല. ഇങ്ങനെ വരുന്നു. ഇതിനകത്ത് എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയാം. നമ്മുടെ ഈ വാട്സപ്പ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് വരുമല്ലോ. അങ്ങനെ വരുന്നു. ഈ കടകൾ ഭയങ്കരമായ രീതിയിൽ ബഹിഷ്കരിക്കപ്പെടുന്നു. പിന്നീട് ഇവരൊക്കെ പേര് മാറ്റി, ഞാൻ ഈ പറഞ്ഞ സംഗീത, സിന്ധു, ഗംഗ എന്നൊക്കെ പറഞ്ഞ് പേര് മാറ്റിയിട്ട് വരുന്നുണ്ട്. പേര് മാറ്റിയിട്ട് വരുന്നെന്ന് മാത്രമല്ല, ഈ കടക്കകത്ത് കയറി കഴിച്ചാൽ ഹിന്ദു ദൈവങ്ങളുടെ പടവും മാലയും ഒക്കെ ഇട്ട് ചന്ദനത്തിനും കത്തിച്ച് വെച്ചിട്ടാണ് ഈ കച്ചവടമാണല്ലോ. നമ്മൾക്ക് വരുന്നത്. അല്ല, അതും ഹിന്ദു പേരുകൾ വെച്ച് ബിനാമി ചെയ്യുന്നവരും ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇപ്പൊ നമ്മളിപ്പോ അത്യാവശ്യം കടയിൽ പോകുന്ന ആള് ഇതെല്ലാം ചിലപ്പോൾ നോക്കണമെന്നില്ല. എവിടെയാണോ സാധനം കിട്ടുന്നത് അവിടുന്ന് മേടിച്ച് നമ്മൾ പെട്ടെന്ന് പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ കുറച്ചുകൂടെ ആൾക്കാർ നോക്കുന്നത് അത് കേരളം എന്ന അത് ആൾക്കാരുടെ തീരുമാനമാണ്. അത് മാനസികമായി എടുക്കുന്ന ഒരു തീരുമാനമാണ്. അതായത് അതിന് പൊളിറ്റിക്കൽ തീരുമാനമെന്നോ ഇല്ലെങ്കിൽ മറ്റൊരു തീരുമാനമെന്നോ നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇതേപോലെ ഈ ഭീകരന്മാര് ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ഇന്നലെ പിടിച്ച റൈസിൻ എന്ന് പറഞ്ഞ ഈ ആവണക്കെണ്ണയുടെ കുരു, അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പൊളോണിയം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഈ പൊളോണിയം എന്ന് പറഞ്ഞ വിഷം ഉപയോഗിച്ചിരുന്നു. റൈസിനാണ് ആ വിഷത്തിന്റെ പേര്. പൊളോണിയം മോഡൽ തന്നെയാണ് ഇത്. പൊളോണിയം യൂസ് ചെയ്യുന്ന ആരായിരുന്നു? റഷ്യയാണ് ലോകത്ത്. അത് കണ്ടുപിടിക്കാൻ പ്രയാസകരമാണ്. അതേപോലെ തന്നെയാണ് ഈ ഇന്ത്യയിലും ഉപയോഗിച്ചിരുന്ന ഈ റൈസിൻ എന്ന് പറയുന്ന വിഷം. ഇത് വളരെ കുറച്ചു മതി. ഇത് എങ്ങനെയാണ് ഈ ആള് മരിച്ചതെന്ന് അറിയാൻ കഴിയില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇത് കൊടുക്കാൻ എളുപ്പമാണ്. അത് വായിൽ കൊടുക്കണമെന്നൊന്നും ഇല്ല. അതിന്റെ ഈ പൊടി, അതായത് എന്തെങ്കിലും ഒന്ന് സ്മെല്ല് ചെയ്യാൻ കൊടുക്കുക, സ്മെല്ല് വന്നാൽ മതിയാകും, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ചെയ്താൽ മതിയാകും. അപ്പൊ വളരെ എളുപ്പത്തിൽ മരിക്കുകയും ഇവരെങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാനും കഴിയില്ല. അതിന് പല റീസൺസ് ആയിരിക്കും. ഒരുപക്ഷെ ഡോക്ടർമാർ പറയുന്ന ഹാർട്ടിന്റെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഒരു അൽഫില യൂണിവേഴ്സിറ്റിയില് സൗജന്യ ഭക്ഷണശാല ഉണ്ടായിരുന്നു, മരുന്നുകൾ ഉണ്ടായിരുന്നു. അവിടുന്ന് അവർ എന്ത് തരത്തിലുള്ള മരുന്നാണ് കൊടുത്തതെന്നൊരു ചോദ്യം സാധാരണപ്പെട്ട ജനത്തിന് തോന്നിക്കഴിഞ്ഞാൽ അത് എങ്ങനെ തെറ്റാകും? സ്വാഭാവികമല്ലേ? ഈ ഇത്തരം ആളുകൾ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെ രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്യുന്നത് എന്ന് അവർക്കൊരു തോന്നൽ വന്നാൽ ശരിയാകില്ലേ? ഇതെല്ലാ മേഖലയിലുമുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഇവർക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിൽ മുമ്പ് പരാതിയൊക്കെ വന്നില്ല. ഒരു സിനിമാ സംവിധായക തന്നെ പറഞ്ഞു, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് എനിക്ക് എറണാകുളത്ത് വീട് തരുന്നില്ല. ഒരു ആക്ടിവിസ്റ്റ് പറഞ്ഞില്ലേ, എനിക്ക് വീട് കിട്ടുന്നില്ല എറണാകുളത്ത്, അതൊക്കെ കയ്യിരിപ്പോണ്ട് കിട്ടാത്തതാ. അപ്പം ഇങ്ങനെയൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. കാരണം ഭയക്കുന്നു. അതായത് സാധാരണപ്പെട്ട ഒരു മനുഷ്യൻ ഭയക്കുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലാതെ അവൻ ഇവരെ അകറ്റി നിർത്തണമെന്ന് യാതൊരു കാര്യവും ഉണ്ടായിട്ടല്ല. അവർക്ക് ഭയപ്പാടുണ്ട്. നേരത്തെ ധനുഷ് പറഞ്ഞൊക്കെ ഇപ്പൊ വണ്ടി കൊടുക്കുന്നു. ഈ വണ്ടി കൊണ്ടുപോയിട്ട് നാളെ ഒരു സ്ഫോടനം നടന്നു, ഇപ്പൊ ഡൽഹിയിൽ നടന്ന കണക്ക് ഒരു സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് കൊടുത്തവരെ തപ്പി വരില്ലേ? അവരും പ്രതിയാകില്ലെങ്കിൽ പോലും നമ്മളും ഈ NIA-യുടെ ഒക്കെ ഓഫീസിൽ കയറി ഇറങ്ങണ്ടേ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ അവര് നമ്മുടെ എങ്ങാനും വീട്ടിലെങ്ങാനും NIA ഉദ്യോഗസ്ഥന്മാർ വന്നാലോ, നമ്മളെ എങ്ങാനും NIA ഉദ്യോഗസ്ഥന്മാർ വിളിപ്പിച്ചാലോ നമ്മുടെ നാട്ടിലെ പുകിൽ എന്തായിരിക്കും? മുക്കിന് ഓൺലൈൻ ചാനൽ ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ ഒരു വണ്ടി കൊടുത്തു, ഇങ്ങനെ NIA നമ്മളെ വിളിപ്പിക്കുന്നു. ഈ വാർത്ത അറിഞ്ഞു കഴിഞ്ഞാൽ തലക്കെട്ട് എന്തായിരിക്കും? ഇവനൊക്കെ വലിയ സംഭവമായിട്ട് കാണുന്നത് NIA പൊക്കിക്കൊണ്ടുപോയി, ജീവിതം തീർന്നില്ലേ? സത്യത്തിൽ അവിടെ ചെയ്യുന്നതാണ്. NIA വിളിച്ചിട്ട് നീ എന്നാണ് വണ്ടി കൊടുത്തത് എന്താണെന്നുള്ളതായിരിക്കും ചോദിക്കുന്നത്. നിനക്ക് ഇവനോടുള്ള ബന്ധം എന്താണ് എന്നൊക്കെ ചോദിക്കും. നമ്മൾ മാനസികമായി തകർന്നു, നമ്മുടെ കുടുംബം മാനസികമായി തകർന്നു, സമൂഹത്തിൽ നമ്മൾ ഒരു ഭീകരനായിട്ട് പിന്നെ ചിത്രീകരിക്കപ്പെടുകയാണ്, അല്ലേ? ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകാത്ത. ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ധനുഷേ. ഈ മാനസികമായിട്ട് ഒരു ജനം എവിടെ നിന്നെങ്കിലും അകന്നു കഴിഞ്ഞാൽ പിന്നെ അത് റീജോയിൻ ആകുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതൊരു പ്രണയമാണെങ്കിൽ പോലും, നന്നായി പ്രണയിക്കുന്ന രണ്ടുപേരും മാനസികമായി ഒരുപാട് അകന്നു പോയി കഴിഞ്ഞാൽ അത് കൂട്ടിയോജിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ ഫിസിക്കലി, അതായത് നമ്മൾ തമ്മിലൊരു ബിസിനസ്സോ കാര്യങ്ങളൊക്കെയാണ്, വീണ്ടും നമുക്ക് പാർട്ട്ണർഷിപ്പിൽ പിന്നെയും മുമ്പോട്ട് പോകാം, പിണക്കം വന്നാലും.
പക്ഷെ അപ്പൊ മാനസികമായിട്ടുള്ള ഒരു വലിയ വിഷയമുണ്ട്. അത് ക്യാമ്പയിൻ എന്ന് ഞാൻ കണ്ടില്ല. ഇങ്ങനെ പല മാധ്യമങ്ങളും, കേരളത്തിലെയൊക്കെ ചില മാധ്യമങ്ങളൊക്കെ അത് വലിയ വാർത്തയാക്കിയത് കൊണ്ട് മാത്രമാണ്. അതിന് സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം സോഷ്യൽ മീഡിയയും ഈ യൂട്യൂബും ഈ പറയുന്ന ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ സജീവമായതുകൊണ്ട് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഉണ്ടാകാം, ഇല്ലെന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ അപ്പൊ വരുമ്പോ എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താണ് ഈ ഒരു പോംവഴി എന്ന് വെച്ചാൽ ഒറ്റ പോംവഴി മാത്രമേ ഉള്ളൂ. അതായത് ഈ രാജ്യത്തെ മുസ്ലിം സംഘടനകളും മുസ്ലിം മതപണ്ഡിതന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അതിനെ തുറന്ന് എതിർത്തുകൊണ്ട് പരസ്യമായി രംഗത്ത് വരണം. അതല്ലാതെ അവരെ വെള്ളപൂശാനായിട്ടും അവർക്ക് അനുകൂലമായിട്ടും നിലകൊള്ളാൻ പോയാൽ നിങ്ങളെയും അവർ ആ രീതിയിൽ കാണും ജനം. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ന്യായീകരിക്കാനും വെള്ളപൂശാനും പോകുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ വെള്ളപൂശലിന്റെ കാലമുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പൊ ആ വെള്ളപൂശൽ ആരും വിശ്വസിക്കാൻ തയ്യാറല്ല. നിങ്ങൾ പോലും അത് വിശ്വസിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം നോക്കൂ, ഈ ആക്രമണം നടന്നിട്ട് 5 മിനിറ്റ് തികയുന്നതിന് മുമ്പ് സെയിം ഒരേ രീതിയിലുള്ള കമന്റുകളാണ് എല്ലായിടത്തും നിരന്നത്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടില്, നോർത്തിലൊക്കെ ഒരേപോലത്തെ കമന്റ് നിരന്നു. എങ്ങനെയാണത്? എങ്ങനെയാണ്? ടൂൾ കിറ്റാണ്, തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനമാണ്. ഒരു സംഭവം നടക്കുന്നു, പെട്ടെന്ന് തന്നെ ഒരെണ്ണം വരുന്നു, കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുന്നു. ഇന്ന സംഖ്യകളല്ല, ഇന്ന നിങ്ങളിന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ആരും ഇല്ല വിശ്വസിക്കാൻ. നിങ്ങളുടെ ഇടയിൽ പോലും വിശ്വസിക്കാൻ ആളില്ല, പിന്നെ അല്ല ബാക്കിയുള്ളവരുടെ കാര്യം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് എതിർക്കുക. കോൺഗ്രസിന് എന്തുകൊണ്ടാണ് പറ്റിയത്? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ രാജ്യവിരുദ്ധ നിലപാട് എടുക്കുന്നുകൊണ്ടാണ് പറ്റിയത്. രാഹുൽ ഗാന്ധി ആൾക്കാർ പഞ്ഞിക്കിടുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കുറച്ചുകൂടെ ബുദ്ധിമാന്മാരാ. അവന്മാർ ഇപ്പിങ്ങുന്ന കാര്യങ്ങളൊന്നും കമാന്ന് മിണ്ടാറില്ല. കാരണം അവർക്ക് മനസ്സിലായി അടുത്തിട്ട് പോകുന്നു. അതുകൊണ്ടാണ് അതിന്റെ പ്രശ്നം. അവരുടെ ബേസ് വോട്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടാണ്. അതെല്ലാം കൂടെ ഒലിച്ചു പോകുമ്പോൾ ഒരു താമസമുണ്ട്. ഒരു വാക്കിൽ നിന്ന് പോലും ഒരു പിഴ വന്നാൽ, പണ്ട് അങ്ങനെ അല്ലായിരുന്നു. ഇന്നൊരു വാക്കുകൊണ്ട് പോലും ഹിന്ദു വിരുദ്ധത ഏതെങ്കിലും ഒരു ചെറിയ നേതാവ് പറഞ്ഞാൽ പോലും CPM-ന്റെ അടിത്തറ തോണ്ടിപ്പോകും. കാരണം അങ്ങനെ ഇവർ CPM-നെ നിലനിർത്തണമെന്നൊരു താല്പര്യം ആർക്കും അങ്ങനെ ഇല്ല. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം ദേശീയ തലത്തിലൊന്നും അത് പ്രസക്തമൊന്നുമല്ല. കേരളത്തിലും ഡബിൾ എഞ്ചിൻ വരണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്.